ഹലോ എക്സാമിനർ +2 ഫാമിലി. അപ്പോൾ എല്ലാവരുടെയും പഠനമൊക്കെ ഉഷാറായിട്ട് പോകുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതാ 150K ഇതാ ജസ്റ്റ് അടിക്കാൻ നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഇതാ ഇന്നോ നാളെയോ തന്നെ എന്താണ് നമ്മൾ 1,50,000 മെമ്പേഴ്സുള്ളൊരു വലിയ ഫാമിലിയായി മാറും. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കറിയാം എക്സാമിനർ ഒരു ബ്രാൻഡ് അംബാസഡേഴ്സും ഇല്ല, ഒരു എക്സാമിനർ ഒരു ആഡ് നിങ്ങൾ പത്രത്തിലോ റേഡിയോയിലോ ഫേസ്ബുക്കിലോ വരെ കാണില്ല, ടി വിയിലോ ഫേസ്ബുക്കിലോ വരെ കാണില്ല. കാരണം എന്താണ്? വളരെ സിമ്പിളാണ്. എക്സാമിനർ അതിന് ആവശ്യമില്ല. കാരണം എക്സാമിനർ ആരുണ്ട്? നിങ്ങളുണ്ട്. നിങ്ങളാണ് എക്സാമിനറിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അത് നിങ്ങളായിരുന്നു എന്നും തുടക്കം മുതലേ നിങ്ങളായിരുന്നു. ഇനി അങ്ങോട്ടും നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത് മതി. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് പോയി പറയുകയാണ്, എക്സാമിനറിൻ്റെ ക്ലാസ് കണ്ടിട്ട് എനിക്ക് ഈ സാധനം മനസ്സിലായി, അല്ലെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി, അല്ലെ എൻ്റെ പഠനം ഇത്രയും മോശമായിരുന്നു, ഇതാ ഇവിടെ എത്തിച്ച് തരാൻ പറ്റി ഇവർക്ക് എന്ന് നിങ്ങൾ പറയുമ്പോൾ അവർ വന്ന് കണ്ട് അവരും ആ ലെവലിലെത്തി അവരവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എക്സാമിനർ ഇവിടെ വരെ എത്തിയത്. അത്ര സിമ്പിളാണ്. ഓക്കെ, വേറെ ഒരു പരിപാടിയും ഒരു മാർക്കറ്റിങ്ങും ഒരു സാധനവും നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല, ഇനിയും കാണാനും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ട് ഇനിയും തുടരുക. വീണ്ടും പറയാത്തത് എന്താണ്? വീണ്ടും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഓണസ്റ്റ്ലി അത് ചെയ്തോളുന്നു. ഓക്കെ, ആ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി അങ്ങോട്ട് എന്താണ് തുടരുക. അതിലൊരു കുറവും വരുത്തരുത്. കാരണം അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. പിന്നെ ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ഓർമ്മിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ചിലവർക്ക് പുതിയ സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും എക്സാമിനർ ഫാമിലിയിൽ. അപ്പോൾ അവർക്ക് അറിയുണ്ടാവില്ല എന്താണ് എക്സാമിനർ, എന്തിനാണ് എക്സാമിനർ എന്നുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്. എക്സാമിനർ സ്റ്റാർട്ട് ചെയ്തൊരു സിംഗിൾ വിഷയം വെച്ചിട്ടാണ്. എല്ലാ കേരളത്തിലെ സ്റ്റുഡൻസിനും ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പം അവർക്ക് കാര്യം മനസ്സിലാകുക മാത്രമല്ല, ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതവർ എൻജോയ് ചെയ്ത് അതിൻ്റെ ശരിക്കും അതിൻ്റെ ആ ഒരു കോറും മനസ്സിലാക്കി ആ ബ്യൂട്ടി മനസ്സിലാക്കി പഠിക്കണമെന്ന് വാശിയുള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ ഫാക്കൽറ്റിയും എക്സാമിനർ പഠിപ്പിക്കാൻ വരുമ്പോൾ, എക്സാമിനറിൽ ഓരോ ഫാക്കൽറ്റിയും പഠിപ്പിക്കാൻ വരുമ്പോൾ അവരുടെ ആ എനർജിയും അവരുടെ ആ പാഷനും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അവരിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ കുറച്ച് 30 പേർക്ക് ഒരു ക്ലാസ് റൂമിൽ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഉണ്ടാക്കി വെക്കാനല്ല, കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിലേക്കും ആ ഹൈ ക്വാളിറ്റി, ആ ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എത്തിക്കണം എന്നുള്ള വാശി കൊണ്ട് തന്നെയാണ് എക്സാമിനർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മൾ ആ വിഷനിലേക്ക് എന്താണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം ഈ ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങളിൽ നിന്ന് ഏറ്റവും കുറവ് ഫീസ് വാങ്ങി എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള കാര്യവും എക്സാമിനർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉയരെ ബാച്ചിൽ ഇത്രയും കാര്യങ്ങൾ, എത്ര കാര്യങ്ങൾ ഉയരെ ബാച്ചിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ. കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്, സെക്കൻഡ് ലാംഗ്വേജ് അടക്കം എല്ലാ ക്ലാസ്സസും റെക്കോർഡഡ് ആയിട്ട് ഫുൾ സിലബസ്. അതേസമയം ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്, നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ ക്ലാസ് സാറ്റർഡേയും വെക്കാറുണ്ട് ഇപ്പോൾ, അല്ലേ? കാരണം നമുക്ക് തീർക്കണം. നിങ്ങൾ ഡൗട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ക്ലാസ്സസ്. ഇനി എക്സാം ടൈം ആകുമ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി റിവിഷൻ ക്ലാസ് ഫ്രം സ്റ്റാർട്ടിങ് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ വീണ്ടും റിവിഷൻ ക്ലാസ് സ്റ്റാർട്ടിങ്, കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങൾ ആ ടോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് DPP ഉണ്ടാവും. ഇപ്പോൾ ആ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആ DPPയിൽ ഏത് ചോദ്യങ്ങളാണ് ഫോക്കസ് ഏരിയ ബേസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ, വേറെ ലെവലിലായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ. പരീക്ഷ വരുമ്പോൾ അതേ ചോദ്യങ്ങളുണ്ടാവും പേപ്പറിൽ, ഒരു സംശയമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സബ്ജക്റ്റിന് ഇത്രയും അടിപൊളി ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി വെറും 6,000 rupees തരുന്നത്. ഇത് വേറെ എവിടെയും കിട്ടുമോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ക്വാളിറ്റിയിൽ ആരെങ്കിലും തരാൻ പറ്റുമോ? പറ്റില്ല. തന്നിട്ടുമില്ല, ഇനി തരാനും പോകുന്നില്ല. അപ്പം എക്സാമിനറിന് 2 മേജർ കാര്യങ്ങളാണ് നമ്മുടെ ഈ വിഷയത്തിൽ. ഒന്ന്, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഒരു കോംപ്രമൈസും ഇല്ല. അതേസമയം നിങ്ങൾക്ക് എത്രത്തോളം ലോവസ്റ്റ് ഫീസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഈ കാര്യങ്ങൾ അത്രത്തോളം ലോവസ്റ്റ് ഫീസിൽ തന്നെ എത്തിക്കും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, പക്ഷെ അതേസമയം ഈ ഫീസ്, ഒബ്വിയസ്ലി ഈ ഫീസ് ചിലവർക്ക് വളരെ കുറവായിട്ട് തോന്നും. കാരണം നിങ്ങൾ ഒരു സാധാരണ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഒരു സബ്ജക്റ്റിന് ഒരു മാസം അടയ്ക്കുന്ന ഫീസ് ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും. നിങ്ങൾക്കറിയാം ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ കുറവായിരിക്കും. ചിലവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് ആയിരിക്കും. ഓക്കെ, കറക്റ്റ് ആയിരിക്കും അവർക്ക്. ചിലവർക്ക് ഈ ഫീസും കൂടുതലായിരിക്കും. എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അലൻ സാറ് ഞങ്ങൾക്ക് സംസാരിക്കാറുണ്ട്. ചിലവർക്ക് ഈ ഫീസും ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടതെന്നാണോ? അല്ല, അതിന് വേണ്ടിയിട്ടാണ് എക്സാമിനറിൻ്റെ യൂട്യൂബ് ചാനൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് 1 ഷോട്ട് സീരീസ് നടക്കുന്നില്ലേ?
അത് ആരാ എടുക്കുന്നത്? പിന്നെ യൂട്യൂബിലാണെന്നാൽ പിന്നെ കുറച്ച് ക്വാളിറ്റി കുറയ്ക്കാം, എന്നിട്ട് വേറെ കുറച്ച് ആൾക്കാരെ വെച്ച് എടുപ്പിക്കാം. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മേജർ ഫാക്കൽറ്റി തന്നെയാണ്, നിങ്ങളുടെ ടോപ്പ് ആരാണോ ബാച്ചിൽ പഠിപ്പിക്കുന്നത് അവർ തന്നെയാണ് വന്ന് യൂട്യൂബിൽ എടുക്കുന്നത്. അതേ ക്വാളിറ്റിയിലാണ് എടുത്തിരുന്നത്. അപ്പം ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഫ്രീ ആയിട്ട് എങ്ങനെയൊക്കെ തരാൻ പറ്റുന്നു അതൊക്കെ ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഫീസും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എവിടെ ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. എക്സാമിനർ നിങ്ങളുടെ ഒപ്പം അവസാനം വരെ ഉണ്ടാവും. അത് +1 ഉണ്ടാവുകയും ചെയ്തു, ഈ വർഷവും ഉണ്ടാവും, അതിലൊരു സംശയമില്ല. അപ്പോൾ ഒന്നെങ്കിലും നിങ്ങൾക്ക് ഫീസ് കൊടുത്ത് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് കിട്ടി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾക്ക് അത് എന്തുകൊണ്ടോ നിങ്ങൾക്ക് പറ്റുന്നില്ല, ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിക്കോട്ടെ, വേറെ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടെ വന്ന് പഠിക്കുക, നിങ്ങൾ പഠിക്കുക. ഞങ്ങളെക്കൊണ്ട് എത്രത്തോളം ഫ്രീ ആയിട്ട് തരാൻ പറ്റുന്നോ അത്രത്തോളം ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും. എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നോ എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല ഒബ്വിയസ്ലി, പക്ഷെ എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ഞങ്ങൾ ചെയ്തു തരുമോ നിങ്ങൾ കാണുന്നുണ്ട്. അതിന് വേണ്ടിയില്ല 1 ഷോർട്ട് സീരീസിന് ടൈം ടേബിൾ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ 1 ഷോർട്ട് സീരീസ് ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ചാറ്റ് ബോക്സിൽ വന്നിടുന്ന ഓരോ ആൻസറും കാണുമ്പോൾ അത് ഫിസിക്സിന് മാത്രമല്ല ബാക്കിയുള്ള സബ്ജക്റ്റിന് നിങ്ങൾ ആൻസർ ഇടുമ്പോൾ എനിക്കൊക്കെ വലിയ സന്തോഷമാണ്. നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത് നിങ്ങൾ ഫ്രീ ആയിട്ട് ആയിക്കോട്ടെ, നിങ്ങൾ ഉയരെ ബാച്ചിൽ ചേർന്നിട്ട് അല്ലാണ്ടായിക്കോട്ടെ, എങ്ങനെ വേണം നിങ്ങൾ പഠിക്കും, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രയാണ് എക്സാമിനറിൻ്റെ വിഷയം. അപ്പോൾ അതിൻ്റെ ടൈം ടേബിളാണ് കാണുന്നത്, പറയേണ്ട ആവശ്യമില്ലല്ലോ, വായിച്ച് നോക്കി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. മൺഡേ സ്റ്റാർട്ട് ചെയ്യും, ട്യൂസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഉണ്ടാവും. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങളോട് അറിയിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഫ്രീ ആയുള്ള ക്ലാസ്സാണ്, ഇതൊക്കെ യൂട്യൂബിൽ സ്ട്രീം ചെയ്യാൻ പോകുന്ന ക്ലാസ്സാണ്. ഇതിലെന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് കാര്യം 1 ഷോട്ടിൽ തീർക്കാൻ നോക്കും. ചില ചാപ്റ്റർ 1 ഷോട്ടിൽ തീർക്കാൻ പറ്റില്ല, അപ്പോൾ 2 ഷോട്ടിൽ തീർക്കും. 1 ഷോട്ട് സീരീസ് പേരിടും, 2 ഷോട്ടിൽ തീർക്കും. കാരണം തീർക്കണ്ടേ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ ഞാനതാ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഇനി അവർ തീരുമാനിച്ചോട്ടെ അവർക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണോ, അല്ലെ അത് പറ്റില്ലെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ, ഫ്രീ ആയിട്ട് ക്ലാസ് കണ്ട് പഠിക്കട്ടെ. എങ്ങനെയാണെങ്കിലും പഠിച്ചാൽ പോരെ, പഠിക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അവസാനം ആരായിക്കോട്ടെ, ഏത് പഠന നിലവാരത്തിലുള്ള സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒന്നും അറിയില്ല, ഉഴപ്പനാണ്, അവന് പഠിക്കാൻ താല്പര്യമില്ല, ഇവിടെ വരുത്തിയിരുത്ത്, ക്ലാസ്സിനിരുത്ത്, ലൈവ് ക്ലാസ്സിനിരുത്ത്, നിങ്ങൾ വന്നിരുത്ത്, അല്ലെ നിങ്ങളാണ് അയാളെ, നിങ്ങൾ വന്ന് ഇരിക്കും. അവസാനം നോക്കിക്കോ, എക്സാം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയിട്ടുണ്ടാവും. മാർക്ക് മാറും ഓബ്വിയസ്ലി, ക്ലാസ് കിട്ടിയ ആരുടെ മാർക്കാണെങ്കിലും മാറും. അതിന് ഭയങ്കര മാജിക് ഒന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് കിട്ടി കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട്സൊക്കെ എടുത്ത് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത് ആർക്ക് വേണമെങ്കിൽ കിട്ടും, അതിലൊരു ബുദ്ധിമുട്ടില്ല. എക്സാമിനർ ഫാക്കൽറ്റി അത് മനസ്സിലാക്കിപ്പിച്ചു തരും നിങ്ങളെ കൊണ്ട്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ആ എക്സാം കഴിയുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. ബെറ്റ് വെച്ചോ, ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ തന്നെയാണ് അങ്ങനത്തെ ഒരാളാണെങ്കിൽ വന്നിരിക്കുക. അതേസമയം നിങ്ങൾ വലിയ ടോപ്പറൊക്കെയാണ്, സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്, ഫുൾ മാർക്കിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ്, നിങ്ങൾക്കറിയാം എക്സാമിനറിലെ സ്റ്റുഡൻസ് പഠിച്ച +1 പഠിച്ച സ്റ്റുഡൻസിന് എത്ര പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്ന്, ഫുൾ എത്ര പേർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. 28 സ്റ്റുഡൻസിനാണ് കിട്ടിയത്. അതിലേക്ക് ഇനി 2 പേരും കൂടി ആഡ് ചെയ്യാൻ പോകണം. റീവാലുവേഷൻ കഴിഞ്ഞിട്ട് 30 സ്റ്റുഡൻസ് ആകുമ്പോൾ 520 വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ടോപ്പിലേക്ക് എത്തണമെങ്കിൽ 99% പോലല്ല 100% മാർക്കിലേക്ക് എത്തണമെങ്കിൽ അതിനും എക്സാമിനർ പഠിപ്പിക്കും നിങ്ങളെ. അതിനും എക്സാമിനർ പഠിക്കണം. എക്സാമിനറിൽ യോധ ബാച്ച് ജോയിൻ ചെയ്ത് 30 സ്റ്റുഡൻസിനാണ് ഫുൾ കിട്ടിയത്, ഒരു മാർക്ക് പോലും പോകാതെ. ഓക്കെ, അപ്പോൾ അങ്ങനെ സിൻസിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങണേ അതിനും എക്സാമിനർ ഉണ്ടാവും. എല്ലാവർക്കും എക്സാമിനർ ഉണ്ടാവും. ഓക്കെ, എപ്പോഴും ആകെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എത്തിക്കുക. ഓക്കെ, അതേസമയം നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും എക്സാമിൻ്റെ ടൈമിൽ സ്പെഷ്യൽ വേറെ റിവിഷനും ഇതൊക്കെ കിട്ടി നിങ്ങൾക്ക് പ്രോപ്പർ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യുമ്പോൾ ഒരേ ബാച്ചിൽ താഴെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് പഠിക്കാം. ഓക്കെ, അത് ആഗ്രഹമുള്ളവർക്ക് നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഒന്നും കൂടി സോളിഡ് ആക്കണം. ഒരു സംശയമാണ് ഇപ്പം ഇത് നല്ല മാർക്ക് കിട്ടുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇത്രയും ഫീസേ വരുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ വാട്സാപ്പ് നമ്പറൊക്കെ ഉണ്ട്, കൊടുത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് മേജർലി ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 ഷോർട്ട് സീരീസിൽ ക്ലാസ് ഒക്കെ എടുത്തിരുന്നുണ്ട്. പക്ഷേ അതിൽ ഓരോ ടോപ്പിക്കും നമ്മൾ ഒരു ചാപ്റ്റർ ഇപ്പോൾ 1 മണിക്കൂറിലുകൊണ്ട് എടുക്കുമ്പോൾ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം. അതിന് പരീക്ഷയിൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് വരാമെന്ന് മനസ്സിലാക്കണം. DPP ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒന്നും കൂടി സ്ട്രോങ് ആക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഉയരെ ബാച്ചിൽ എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ജോയിൻ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ 150K ആവാൻ പോകുന്നു. അത് നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ
സിമ്പിൾ മാത്രമാണ്. ആ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ ടൈം ടേബിളിൻ്റെ സ്ക്രീൻഷോട്ടോ എന്താ വെച്ചാൽ എടുത്ത് വെക്കുക, വന്ന് ക്ലാസ്സിലിരിക്കുക. നോട്ട്സ് കിട്ടാൻ വേണ്ടി അറിയാലോ, ഫ്രീ ആയിട്ട് ടെലിഗ്രാം ചാനൽ ഇട്ട് തരും. അത് എടുക്കുക, നോട്ട്സ് എടുക്കുക, റിവൈസ് ചെയ്യുക, പഠിക്കുക, പരീക്ഷയിൽ അടിപൊളി മാർക്കും വാങ്ങുക. ഓക്കെ, ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കിനി ക്ലാസ്സിൽ കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.